ഞാൻ PWD റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുക. എക്സാമുകൾ അറ്റൻഡ് ചെയ്തു. അതിനൊന്നും ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. കട്ട് ഓഫിലൊക്കെ വളരെ താഴെയായിരുന്നു മാർക്കുകളൊക്കെ. പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ ഒരു ട്രാക്ക് നമുക്ക് സാറ് പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എങ്ങനെ പഠിച്ചാൽ നമുക്ക് ജോലിക്ക് കയറാം എന്നുള്ളൊരിത് മനസ്സിലായത്. പക്ഷെ അവിടെ വന്നതിന് ശേഷം പലരും പഠിക്കണം എന്നിട്ടാണ് എനിക്കൊരു മോട്ടിവേഷൻ വന്നു തുടങ്ങിയത്. 1-2 ലിസ്റ്റ് കയറി തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയത്. അതിനുശേഷം പിന്നെ നമ്മൾ നല്ലപോലെ പഠിച്ചു തുടങ്ങി. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രേഡ് ആയിട്ട് ഒരു ജോലി കിട്ടിയായിരുന്നു ഓവർസിയർ ആയിട്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഗ്രേഡിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അതിലും ജോലി കിട്ടി. നമ്മൾ ചിലപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരിക്കും, പക്ഷെ അല്ലെങ്കിൽ ചിലപ്പോൾ ബിലോ ആവറേജ് ആയിരിക്കും. പക്ഷെ നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ഇപ്പൊ സാറിനെ പോലെ നല്ലപോലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് പോലും നിങ്ങളെ അത്ര മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് എവിടെന്നെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ജോലി കിട്ടും.